WCS 2-ന്റെ മൂന്നാമത്തെ ഒരു ചാപ്റ്ററാണ് ഏരിയ ഓഫ് കട്ട് ഔട്ട് റെഗുലർ സർഫസസ് ആൻഡ് ഇറഗുലർ സർഫസസ്. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് റെഗുലർ സർഫസസിന്റെ ഏരിയ എങ്ങനെയാണ് കാണുക, അതേപോലെ അതിന്റെ സെക്ഷൻസ് ഇതൊക്കെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു സർക്കിൾ എടുക്കുന്നു. നമുക്കറിയാം ഒരു സർക്കിൾ എന്നാൽ ഒരു സർക്കിൾ എന്നാൽ ഒരു പോയിന്റ്, അതായത് ഒരു പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ മറ്റൊരു പോയിന്റിൽ സഞ്ചരിക്കുന്ന പാതയെയാണ് ഇത് പറയുന്നത് സർക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു സർക്കിളാണ്. സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ടാവും സ്മോൾ r, അതിനൊരു ഡയമീറ്റർ ഉണ്ടാവും സ്മോൾ d. അങ്ങനെയെങ്കിൽ സർക്കിളിന്റെ ഏരിയ ഈക്വൽ ടു πr² ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഇക്വേഷനുമാണ് കൊടുക്കുക. ഇവിടെ r പകരം റേഡിയസ് വെച്ചിട്ടുള്ള ഏരിയയുടെ ഇക്വേഷനാണ് πr². അങ്ങനെയെങ്കിൽ റേഡിയസ് മാറ്റി ഡയമീറ്റർ ആക്കിയാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം റേഡിയസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2 ആണ്. അതായത് ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഡയമീറ്റർ r ഈക്വൽ ടു d/2 നമ്മൾ ഒന്ന് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ ഏരിയയ്ക്ക് നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടുന്നു π ഇൻറ്റു d/2 whole square is equal to π divided by 4d square. അപ്പോൾ ഏരിയയ്ക്ക് രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. റേഡിയസ് വെച്ചിട്ട് നോക്കുമ്പോൾ πr² ഡയമീറ്റർ വയ്ക്കുമ്പോൾ π/4d² ഏരിയയുടെ ഇക്വേഷൻ. സർക്കിളിന്റെ സർക്കംഫറൻസ് നോക്കാം, അതായത് ചുറ്റളവ്. സർക്കിളിന്റെ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ അതിനെ c കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. 2πr ആണ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. r ഈസ് ഈക്വൽ ടു d/2 ആണ്. അങ്ങനെയെങ്കിൽ c ഈക്വൽ ടു 2 ഇൻറ്റു π ഇൻറ്റു r ന് പകരം d/2 കൊടുക്കുക. അപ്പോൾ d/2 π ഇൻറ്റു d. അങ്ങനെയെങ്കിൽ സർക്കംഫറൻസിന്റെ രണ്ട് ഇക്വേഷൻ റേഡിയസ് വെച്ചിട്ടാണെങ്കിൽ 2πr ഉം ഡയമീറ്റർ വെച്ചിട്ടാണെങ്കിൽ π ഇൻറ്റു d. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, റേഡിയസ് 4 സെന്റിമീറ്ററുള്ള ഒരു സർക്കിളിന്റെ ഏരിയ കാണാൻ പറഞ്ഞു. അപ്പോൾ റേഡിയസ് ആണ് തന്നതെങ്കിൽ ഇവിടെ ഇക്വേഷൻ പ്രകാരം πr² ഇവിടെ അപ്ലൈ ചെയ്യണം. π ഇൻറ്റു r² ഈസ് ഈക്വൽ ടു π ഇൻറ്റു റേഡിയസ് 4 ആണ്. അപ്പൊ 4² ഈസ് ഈക്വൽ ടു 4 × 4 16 π ആണ് അതിന്റെ ഏരിയ. സെന്റിമീറ്ററിലാണ് റേഡിയസ് വരുന്നതെങ്കിൽ ഇവിടെ ഏരിയ സെന്റിമീറ്റർ² വരുന്നു. മീറ്ററിലാണ് 4 വരുന്നതെങ്കിൽ അവിടെ 16 π m² എന്നും വരും. സെക്ടർ ഓഫ് എ സർക്കിൾ ആണ് നെക്സ്റ്റ് ടോപ്പിക്. സെക്ടർ എന്നാൽ ഒരു സർക്കിളിന്റെ സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആർക്ക് ആ ഒരു ആർക്കിന്റെ സെന്ററുമായി ഉണ്ടാക്കുന്ന ഏരിയയാണ് സെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സെക്ടർ എന്നാൽ ഒരു സർക്കിളിന്റെ ഭാഗം കൂടിയാണ്, അല്ലെങ്കിൽ സർക്കിളിന്റെ ഒരു പാർട്ടാണ് ഈ സെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു സർക്കിൾ, ആ സർക്കിളിലെ ABC എന്ന ഒരു സെക്ടർ ഭാഗം. ആ സെക്ടർ ഭാഗത്തിന് എന്തൊക്കെയുണ്ട്? ഒരു AB എന്ന റേഡിയസ് ഉണ്ട്, ഒരു AC എന്ന റേഡിയസ് ഉണ്ട്, അതിനിടയിൽ കാണുന്ന ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ രണ്ട് റേഡിയസുകളും ഒരു ആംഗിളും ഉണ്ട്, പിന്നെ ഒരു ആർക്ക് ലെങ്തും ഉണ്ട്. ഈ സെക്ടറാണ് ഇതിലേക്ക് മാറ്റി വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ലെങ്ത്, അതായത് BC എന്ന ആർക്കിന്റെ ലെങ്ത് കാണാനുള്ള ഒരു ഇക്വേഷനാണ് 2πr × θ/360 യൂണിറ്റ്. ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കാൻ എന്താണ് ഒരു വഴി? നമ്മൾ അത് നോക്കാം. 360 ഡിഗ്രി ഒരു പോയിന്റ് ഇറങ്ങുന്ന സമയത്താണ് അവിടെ ഒരു സർക്കിൾ രൂപപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ 360 ഡിഗ്രി കറങ്ങുമ്പോഴാണ് ആ സർക്കിളിന്
പെരിമീറ്റർ 2πr വരുന്നത്. അപ്പോൾ ഒരു സർക്കിളിലെ ഒരു ആർക്കിന്റെ ലെങ്ത് കിട്ടാൻ ചെയ്യേണ്ട കാര്യം അതിന്റെ ടോട്ടൽ സർക്കിളിന്റെ ടോട്ടൽ സ്ട്രക്ചർ കൊടുക്കുക 2πr ഇൻറ്റു എത്ര ആംഗിളാണോ ആ ഒരു സെക്ടർ ഉള്ളത് ആ ആംഗിൾ ഡിവൈഡ് ബൈ 360. അപ്പോൾ പെരിമീറ്റർ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിന്റെ ലെങ്ത് വരുന്നത് 2 റേഡിയസ് വരുന്നത്. അപ്പോൾ 2 റേഡിയസ് ആണെങ്കിൽ 2r പ്ലസ് ഒരു ലെങ്ത് ആർക്കില്ല. അപ്പോൾ l+2r ആണ് സെക്ടറിന്റെ പെരിമീറ്റർ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം പെരിമീറ്ററിന്റെ ഒരു ഭാഗമാണ് ആർക്ക്. അങ്ങനെയെങ്കിൽ പെരിമീറ്റർ ഇൻറ്റു ആ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ഹരിക്കണം 360 ആണ് ആർക്കിന്റെ ലെങ്ത്. അതേപോലെ ഏരിയ ഓഫ് സെക്ടർ കാണാം, അതായത് ഏരിയ ഓഫ് ABC കാണാം. ഇതിന്റെ ഏരിയ ആണെങ്കിൽ ആകെയുള്ള സർക്കിളിന്റെ ഏരിയ അതാണ് സർക്കിളിന്റെ πr² ഇൻറ്റു ആ ഒരു സെക്ടറിന്റെ ആംഗിൾ ഹരിക്കണം 360 അതാണ് സെക്ടറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിലും θ/360 എക്സ്ട്രാ വരുന്നു. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ കാണാൻ ഇത് ചെയ്താൽ മതി സർക്കിളിന്റെ ഏരിയ ഇൻറ്റു θ/360. ലെങ്ത് ഓഫ് ആർക്ക് കാണാൻ പെരിമീറ്റർ ഓഫ് സർക്കിൾ ഇൻറ്റു θ/360. നിങ്ങളത് മനസ്സിലാക്കുക. ഇനി ഏരിയ ഓഫ് സെക്ടർ കാണാൻ മറ്റൊരു ഇക്വേഷൻ കൂടിയത് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് സെക്ടർ ഇൻറ്റു റേഡിയസ് ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, സെക്ടറിന്റെ ഒരു സെക്ടർ ഭാഗം തന്നു, അതിൽ ABC പേര് കൊടുത്തു. ആ ഒരു ABC റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്, θ 45 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചു എന്താണ് ആർക്കിന്റെ ലെങ്ത് എന്താണ്? ഒരു സർക്കിളിന്റെ 2πr ഇൻറ്റു θ/360. അപ്പോൾ 2 ഇൻറ്റു π ഇൻറ്റു 10 ഇൻറ്റു 45 ഡിവൈഡ് ബൈ 360. 45 360 8 പ്രാവശ്യം, 2 8 4 പ്രാവശ്യം. അപ്പോൾ 10/4 π ആണ്. സെന്റിമീറ്ററിലാണ് റേഡിയസ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ആദ്യ ലെങ്തും സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr² ഇൻറ്റു θ/360. π ഇൻറ്റു റേഡിയസ് 10 ആണ്. അപ്പോൾ 10² ഇൻറ്റു θ 45 ഡിഗ്രിയാണ്. 45 ഹരിക്കണം 360. 45 360 8 പ്രാവശ്യം ഈസ് ഈക്വൽ ടു π ഇൻറ്റു 10² 100 ഡിവൈഡ് ബൈ 8. അതായത് 100 ഡിവൈഡ് ബൈ 8 π. ഇത് സെന്റിമീറ്ററിലാണ് റേഡിയസ് തന്നത്. നമുക്കറിയാം റേഡിയസ് സെന്റിമീറ്ററിലാണ് തന്നതെങ്കിൽ ഏരിയ എന്തായിരിക്കും? സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇവിടെ മീറ്റർ ആണ് തന്നതെങ്കിൽ ഏരിയ മീറ്റർ സ്ക്വയർ ആയിട്ട് മാറും. സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ സെഗ്മെന്റ് എന്നാൽ ഒരു സർക്കിൾ, ആ ഒരു സർക്കിളിനെ ഒരു ലൈൻ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ മുറിക്കുന്നു. മുറിക്കുന്ന സമയത്ത് ഇത് 2 കഷ്ണങ്ങളായി മാറുന്നു. ഈ ഓരോ കഷ്ണങ്ങളെയും സെഗ്മെന്റ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു സെഗ്മെന്റ്, ഇത് മറ്റൊരു സെഗ്മെന്റ്. അങ്ങനെയെങ്കിൽ ഒരു സർക്കിൾ നമ്മൾ വരച്ചു, ആ സർക്കിളിനെ ഒരു ലൈൻ ഉപയോഗിച്ച് ഇതിനെ കട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റായി മാറി, ഇത് വലിയ മറ്റൊരു സെഗ്മെന്റുമായി മാറി. അപ്പോൾ ഈ ഒരു ലൈൻ സർക്കിളിന്റെ 2 പോയിന്റുകളായി കോയിൻസൈഡ് ചെയ്തു. ആ ഒരു പോയിന്റിനെ നമ്മൾ B ആൻഡ് C എന്ന് പേര് കൊടുത്തു. ഈ ഒരു സെഗ്മെന്റിൽ സെന്റർ ഉണ്ടാവുമല്ലോ, ആ ഒരു സെന്ററിൽ നിന്നും ഒരു റേഡിയസ് B യിലേക്കും ഒരു റേഡിയസ് C യിലേക്കും വരച്ചു. സെന്റർ ഭാഗത്തിന് A എന്ന ഒരു പേര് കൊടുത്തു. ഇതിനൊരു ആംഗിൾ ഉണ്ടാവും, θ. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിന്റെ ഏരിയ കാണുക എങ്ങനെയാണ്? ഈ ഒരു സെഗ്മെന്റ് 2 സെഗ്മെന്റുകളും സെപ്പറേറ്റ് ആയി ഇവിടെ കാണിച്ചിരിക്കുന്നു. ഒരു ഒന്നാമത്തെ സെഗ്മെന്റ്, ഇത് രണ്ടാമത്തെ സെഗ്മെന്റ്. ഇവിടെ നമ്മൾ ഒന്നാമത്തെ സെഗ്മെന്റിന്റെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്.
അപ്പോൾ ഒന്നാമത്തെ സെഗ്മെന്റ് ഈ ഒരു ചെറിയ ഭാഗമാണ്, അല്ലെങ്കിൽ ചെറിയൊരു പാത്രമാണ്. ആ ഒരു ചെറിയ ഭാഗത്തിന്റെ ഏരിയയാണ് എന്ത് ചെയ്യണം, ആദ്യ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ ഒരു കഷ്ണത്തിന്റെ ഏരിയ കുറച്ചാൽ എന്ത് കിട്ടും, ഈ ഒരു ചെറിയ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും. പക്ഷെ ഇങ്ങനെയൊരു രൂപത്തിന്റെ ഏരിയ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വേറെ മറ്റൊരു രീതിയിൽ കണ്ടെത്താനാവും? നമുക്ക് ABC എന്നൊരു സെക്ടറിന്റെ ഏരിയ നമ്മൾ നേരത്തെ പഠിച്ചു. ആ ഒരു സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ABC എന്ന ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ചു കഴിഞ്ഞാൽ BC അല്ലെങ്കിൽ BC എന്ന ലൈൻ ഉണ്ടാക്കുന്ന ചെറിയ സെഗ്മെന്റ് കിട്ടും. ഏരിയ ഓഫ് സ്മോൾ സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ ABC മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഇതാണ് സെഗ്മെന്റിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു സെഗ്മെന്റിന്റെ ഏരിയ കാണാൻ ഒരു AB എന്ന ലൈൻ ഉണ്ടാക്കുന്ന ചെറിയ സെഗ്മെന്റിന്റെ ഏരിയ കാണാൻ പറഞ്ഞു. എന്താ ചെയ്യാ, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏരിയ ഓഫ് സെഗ്മെന്റ് ആണ്. ഏത് സെഗ്മെന്റ്? സ്മോളസ്റ്റ് സെഗ്മെന്റ്. ഏരിയ ഓഫ് സെഗ്മെന്റ് നമ്മൾ ഇക്വേഷൻ പഠിച്ചു. ഏരിയ ഓഫ് സെക്ടർ ABC മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അപ്പോൾ ഏരിയ ഓഫ് സെഗ്മെന്റ് സ്മോളസ്റ്റ് സെഗ്മെന്റ് ആണ് ഏരിയ ഓഫ് സെക്ടർ ABC മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആണ്. നമുക്ക് ആദ്യം ഏരിയ ഓഫ് സെക്ടർ ABC കാണാം. അപ്പോൾ ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് സെക്ടർ ABC നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ ഇൻടു തീറ്റ ബൈ 360 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൈ ഇൻടു ആർ 0.83 സ്ക്വയർ ഇൻടു തീറ്റ കാണണം. എങ്ങനെയാണ്? കാണാനൊന്നുമില്ല, ഇത് രണ്ട് പെർപെൻഡിക്കുലർ ലൈനുകളാണ്. അങ്ങനെയെങ്കിൽ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും സെൻട്രൽ പോയിന്റുകളായി ഉണ്ടാക്കുന്ന ലൈനുകൾക്ക് ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ തീറ്റയ്ക്ക് പകരം 90 ഡിവൈഡഡ് ബൈ 360 അപ്പോൾ 0.165. ഇവിടെ യൂണിറ്റ് മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയയും മീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്താണ് ഇക്വേഷൻ? ട്രയാങ്കിൾ ഇക്വേഷൻ പലതരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്ക് അറിയുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഇവിടെ റേഡിയസ് 0.8 ആണ്. ഒരു 0.8, ഇവിടെ 0.8. അപ്പോൾ ABC സെന്റർ നമ്മൾ ചെയ്യുന്ന കാണിച്ചാൽ ABC എന്ന ട്രയാങ്കിൾ ഇതിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ A, ഇത് C, ഇത് B. നമുക്ക് അറിയുന്ന വശം ഇത് 0.8 റേഡിയസ് ആണ്, ഇതും 0.8 റേഡിയസ് ആണ്. പിന്നെ അറിയുന്നതാണ് ഇവിടെ ആംഗിൾ മാത്രം അറിയാം. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട്, അതിനിടയിലുള്ള ആ വശത്തിനിടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് AB സൈൻ തീറ്റ. ആണെങ്കിൽ ഹാഫ് ഇൻറ്റു എയും ബിയും ഇവിടെ എന്താണ്? 0.8 ആണ്. അതിനിടയിലാണ് തോന്നുന്നത്. അപ്പോൾ A ഈക്വൽ ടു 0.8, B ഈക്വൽ ടു 0.8 ഇൻറ്റു സൈൻ 90 ഈസ് ഈക്വൽ ടു 0.32. വശങ്ങൾ മീറ്ററിലായതുകൊണ്ട് ഏരിയ മീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് സെഗ്മെന്റ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ ABC മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആണ്. അപ്പോൾ ഏരിയ ഓഫ് സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു 0.502 മൈനസ് 0.32 ഈസ് ഈക്വൽ ടു 0.182 ആണെന്ന് ഏരിയ ഓഫ് സെഗ്മെന്റ് മീറ്റർ സ്ക്വയർ. സബ്ജക്ട് വളരെ ലളിതമായി മനസ്സിലാക്കാൻ ഒരു നല്ല ട്രെയിനർ ഈ ചാനൽ മാറിയിരിക്കും. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തിന് പകരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും.
വരും വീഡിയോയിൽ മികച്ചതായ നിങ്ങളുടെ അഭിപ്രായം ചാനലിൽ രേഖപ്പെടുത്തും. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പ്രസ് ചെയ്യുന്നതിന്